പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 14 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? പ്രിയരെ, അതിശക്തമേറിയ ഒരു ദൈവവചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം തുടങ്ങുന്ന വാക്യം ശ്രദ്ധിച്ചാൽ യേശു കർത്താവ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു ഒരു ഉപമ പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ടത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരെ ലോകം അറിയണമെന്നില്ല, എന്നാൽ നന്നായി പ്രാർത്ഥിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ പലവരും പ്രാർത്ഥനയിൽ മടുത്തുപോയവരാണ് എന്നെ കേൾക്കുന്നത്. പല വിഷയങ്ങളുടെ മുമ്പിലും നിരാശപ്പെട്ട് ഇനി വഴിയില്ല എന്ന് പറഞ്ഞു വേദനപ്പെടുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോക പ്രശസ്തനായ റെയ്നാർഡ് ബോങ്കയോട് തന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സുവിശേഷവുമായി നൈജീരിയയിലേക്ക് അയക്കും. ആ പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കും. ദൈവത്തിൽ നീ ശബ്ദം കേട്ട റെയ്നാർഡ് ബോങ്കെ വളരെ സന്തോഷവനായി താൻ നൈജീരിയയിലേക്ക് പോകേണ്ടതിന് വേണ്ടി നൈജീരിയൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. നൈജീരിയൻ അധികാരികൾ തന്റെ വിസയെ തടഞ്ഞു വെച്ചു. ആ വിസ റിജക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതറിഞ്ഞ ബോങ്കെ ഒരിക്കലും നിരാശപ്പെടുവാൻ ഇടയായി തീർന്നില്ല. താൻ ദൈവസന്നിധിയിൽ വീണ്ടും പറഞ്ഞു, ദൈവമാണ് എന്നോട് ആ വാഗ്ദത്തം പറഞ്ഞതെങ്കിൽ, ഞാൻ കേട്ടത് ദൈവശബ്ദമാണെങ്കിൽ തക്ക സമയത്ത് ദൈവം എനിക്ക് വഴി തുറക്കും. താൻ വീണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏകദേശം 8 വർഷമായപ്പോൾ താൻ പോകാൻ ആഗ്രഹിച്ച നൈജീരിയയുടെ അയൽ രാജ്യമായ സിംബാബ്വേയുടെ പ്രസിഡന്റ് തന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നു. ഇതാ സിംബാബ്വേയുടെ പ്രസിഡന്റ് തന്നോട് പറയുകയാണ്, ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. ഈ വാർത്ത കേട്ട ബോങ്കെ വളരെയധികം സന്തോഷിച്ചു. 3 ദിവസത്തെ ക്രൂസൈഡിന് വേണ്ടി ഇതാ സിംബാബ്വെ പട്ടണം ഒരുങ്ങുകയാണ്. റെയ്നാർഡ് ബോങ്കെ സിംബാബ്വേയിൽ ചെന്ന് 3 ദിവസത്തെ ക്രൂസൈഡിൽ യേശുവിന്റെ നാമത്തെ ആ പട്ടണത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളാലും ആ പട്ടണം ഉണർവുകൾ. സിംബാബ്വേയുടെ പ്രസിഡന്റും തന്റെ കുടുംബവും അതുകൂടാതെ അവിടുത്തെ അനേക പ്രമുഖ കുടുംബങ്ങൾ, അനേക ആയിരങ്ങൾ ആ മീറ്റിംഗിലൂടെ രക്ഷിക്കപ്പെടുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു. ക്രൂസൈഡിന് ശേഷം സിംബാബ്വെ പ്രസിഡന്റ് ബോങ്കയോട് ചോദിക്കുകയാണ്. പ്രസിഡന്റിനോട് റെയ്നാർഡ് ബോങ്കെ മറുപടി പറയുകയാണ്, എനിക്ക് പ്രത്യുപകാരമായിട്ട് പണമോ മറ്റൊന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അയൽ രാജ്യമായ നൈജീരിയൻ രാജ്യത്തിലേക്ക് ഈ സുവിശേഷവുമായി കടന്നു പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ 8 വർഷത്തിന് മുമ്പ് അവിടുത്തെ അധികാരികൾ എന്റെ വിസ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട സിംബാബ്വെ പ്രസിഡന്റ് തന്നോട് മറുപടി പറഞ്ഞു, എന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ല സുഹൃത്താണ് നൈജീരിയൻ പ്രസിഡന്റ്. റെയ്നാർഡ് ബോങ്കയുടെ മുമ്പിൽ വെച്ച് തന്നെ നൈജീരിയൻ പ്രസിഡന്റിന് സിംബാബ്വെ പ്രസിഡന്റ് ഫോൺ ചെയ്തു. എന്നിട്ട് സിംബാബ്വേയിൽ നടന്ന ക്രൂസൈഡിനെ കുറിച്ച് താൻ പറയുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, റെയ്നാർഡ് ബോങ്കയ്ക്ക് വേണ്ടി നിങ്ങൾ അവിടെ ഒരു ക്രൂസൈഡ് ഒരുക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട നൈജീരിയൻ പ്രസിഡന്റ് തനിക്ക് വേണ്ടി ഫ്രീ വിസയും ഫ്ലൈറ്റും എല്ലാം അറേഞ്ച് ചെയ്തു. എന്നെ കേൾക്കുന്നവരെ, മടുത്തു പോകാതെ വിശ്വസിച്ചുകൊണ്ട് റെയ്നാർഡ് ബോങ്കെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി റെയ്നാർഡ് ബോങ്കെ അതിശക്തമായി ഉപയോഗിച്ചു. എന്റെ അറിവിൽ ഏകദേശം 8 കോടി ജനത്തെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ റെയ്നാർഡ് ബോങ്കെ ദൈവം ഉപയോഗിച്ചു. എത്ര പേർ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടിയുണ്ട്. നാളുകളായി ഞാനും നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഈ പ്രഭാതത്തിൽ ദൈവം മറുപടി തരാൻ പോവുകയാണ്. യാക്കോബിന്റെ ലേഖനം
5-ാം 16-ാമത്തെ വാക്യം പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അത്ഭുതമായി മാറട്ടെ. ഇവരുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.